എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എനിക്ക് ചിട്ടയായിട്ടുള്ളൊരു പഠനക്രമം ഉണ്ടായിരുന്നില്ല, പക്ഷെ മൈൻഡ് എപ്പോഴും ഒരു ആസ്പിരന്റ് മോഡിൽ തന്നെ ആയിരുന്നു. ക്രിക്കറ്റ് അല്ലാതെ വേറൊരു കാര്യത്തിലും ഞാൻ അത്ര ഓവർവെൽമഡ് ആവാറുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PK ലേണിംഗ്സ് ചൂസ് ചെയ്യാനും കാരണം. എങ്ങനെയായിരുന്നു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പഠനം? ഓവർ കോൺഫിഡൻ്റ് ആയിട്ടല്ല, നമ്മളെ തന്നെ ഒരു മേക്ക് ബിലീഫാണ്. പഠിത്തം ജോലിയോടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഒരു ട്രെയിനിങ് പ്രോസസ് ആണ്, ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കുറേ ആയിട്ട്. പക്ഷെ ഞാൻ പോകണമില്ല, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. PK ലേണിംഗ്സിൻ്റെ ആപ്പിൽ ആദ്യ പെയ്ഡ് കോഴ്സായിരുന്നു ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെത്. അപ്പോൾ അതിൽ ആദ്യ റാങ്ക് കരസ്ഥമാക്കാൻ, അതായത് 9ാമത്തെ റാങ്ക് കരസ്ഥമാക്കാൻ ആകർഷിന് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ PK ലേണിംഗ്സിൻ്റെ വക ഒരു സമ്മാനമായിട്ട് കൊടുക്കുവാണ്. ഇനിയും ലൈഫിൽ ഒരുപാട് വിജയങ്ങൾ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. PK ലേണിംഗ്സിന്റെ സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സക്സസ് സ്റ്റോറിയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 9ാം റാങ്ക് കരസ്ഥമാക്കിയ ആകർഷാണ്. വെൽക്കം ആകർഷ്. താങ്ക് യു. ആകർഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2021 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ BTech പഠനം പൂർത്തിയാക്കി. തുടർന്ന് കെൽട്രോണിലും പിന്നീട് പൂനെയിലൊരു MNCയിലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായി ജോലി നോക്കുകയുണ്ടായി. നിലവിൽ VFA ആയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. 6 റാങ്ക് ലിസ്റ്റുകൾ. അങ്ങനെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ റാങ്ക് ലിസ്റ്റിൽ 9ാം സ്ഥാനത്തെത്തുന്നത്, അല്ലേ? എപ്പോഴെങ്കിലും ഇത്ര തിളക്കമാർന്നൊരു വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ആഗ്രഹിച്ചിരുന്നു. എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയ സമയത്തായിരുന്നു LDCൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 1-ന്. അപ്പം അന്ന് എനിക്ക് പാലക്കാട് ജില്ലയിൽ എക്സാമിന് ഹയസ്റ്റ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. റാങ്ക് 6th ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ജില്ലയിൽ ടോപ്പായി. അപ്പോൾ കേരളത്തിൽ മൊത്തം 14 ജില്ലകളാണ്. അപ്പോൾ ഒരു ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ തുടങ്ങുമ്പോഴൊരു 200ൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പഠിച്ചു തുടങ്ങിയത്. 10ൻ്റെ ഉള്ളിൽ വരുന്നൊന്നും സീരിയസ് ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ LDയുടെ ആ ഒരു റിസൾട്ടാണ് ആകർഷിന് മുന്നോട്ടുള്ള പഠനത്തിനൊരു കോൺഫിഡൻസ് തന്നത്, അല്ലേ? VFA ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണല്ലോ ആകർഷ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയാമോ? അതായത് സർവീസിലിരിക്കുന്നവർക്ക് ഇനി ഉന്നത വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് അതൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ ലെവൽ എന്നൊക്കെ ഉള്ളത് ഒന്ന് പറയാമോ? ഞാൻ 2024 നാട്ടിലേക്ക് തിരിച്ച് വരുന്നത് തന്നെ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും പഠിക്കാൻ എൻ്റെ വീടാണ് സൗകര്യം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം മുതൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും മൈൻഡ് ഒരു ആസ്പിരൻ്റ് മോഡിൽ തന്നെ ആയിരുന്നു. ഞാൻ VFA ആയിട്ട് ജോലി ചെയ്യാനല്ല വന്നിരിക്കുന്നത്, പഠിക്കാൻ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇവിടെ ആയിരുന്നതും ഒരു റീസൺ വേണമെന്നുള്ളൊരു ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ VFA ജോബിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പഠിത്തം ജോലിയോടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഒരു ട്രെയിനിങ് പ്രോസസ്സാണ്. അത് നമ്മൾ കുറേ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസസും അതിൻ്റെ വർക്ക് ലോഡ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ലക്കിലി അത് മാനേജബിൾ ആയിരുന്നു എനിക്ക്. അത് പക്ഷേ എല്ലാവരുടെ കേസിൽ അങ്ങനെ ആവണം എന്നില്ല. ഞാൻ വന്ന ശേഷം ആദ്യം പഠിച്ചത് 2024 LDക്ക് ആയിരുന്നു. അപ്പോൾ ഒരു 1.5 മാസം പ്രിപ്പറേഷൻ ജോലിയുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച മാത്രമാണ് ഞാൻ അന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിലേക്ക് വന്നപ്പോൾ ജോലിയുടെ കൂടെ പഠിത്തം കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐഡിയലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ജനുവരി മുതൽ തന്നെ പഠിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ പല കാരണങ്ങളുകൊണ്ട് അത് ഡിലേ ആയിപ്പോയി. പിന്നെ എക്സാമിന് ഒരു 2 മാസം മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുക്കാമെന്നുള്ളത് നേരത്തെ ഡിസൈഡഡ് ആയിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 27-നായിരുന്നു എക്സാം. അപ്പോൾ ഒരു 2 മാസം മുമ്പ് ജൂലൈ 27 മുതൽ ഞാൻ ലീവിന് എടുത്തു. കണ്ടിന്യൂസ് ആയിട്ടായിരുന്നില്ല, ചില ദിവസങ്ങളിൽ ഓഫീസിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ലീവിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഒരു പഠനക്രമം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഒരുപാട് പേര് ജോലിക്ക് പൊയ്ക്കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ചിട്ടയായിട്ടുള്ളൊരു പഠനക്രമം ഉണ്ടായിരുന്നോ? ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആകർഷ് അത് മാനേജ് ചെയ്തിരുന്നത്? എനിക്ക് ചിട്ടയായിട്ടുള്ളൊരു പഠനക്രമം ഉണ്ടായിരുന്നില്ല, പക്ഷേ മൈൻഡ് എപ്പോഴും ഒരു ആസ്പിരൻ്റ് മോഡിൽ തന്നെ ആയിരുന്നു. അത് ഏതൊക്കെ എക്സാമാണ് വരുന്നത്, അപ്പോൾ അതിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റി പഠിക്കണം എന്നുള്ളൊരു ബോധ്യവും ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പറ്റുന്ന പോലെ പഠനവും കൊണ്ടുപോകും. അപ്പോൾ രാവിലെ പറ്റുകയാണെങ്കിൽ നേരത്തെ എണീച്ചിട്ടോ അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടോ രണ്ടും കൂടി മാനേജ് ചെയ്യാന്ന് പറയുന്നൊരു ട്രെയിനിങ് പ്രോസസ്സാണ്. പക്ഷേ ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് സമയം കണ്ടെത്തുക, പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതെ. അപ്പോൾ ഈ രാവിലെ പഠിക്കുന്നവരുണ്ടാവും, വൈകിട്ട് പഠിക്കുന്നവരുണ്ടാവും.
അപ്പം ആകർഷണം എങ്ങനെ രണ്ടും ഓക്കെ ആയിരുന്നോ? രാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ വൈകിട്ട് ലേറ്റ് നൈറ്റ് ഇരിക്കുക അങ്ങനെ? ലേറ്റ് നൈറ്റ് എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 5 മണി അല്ലെങ്കിൽ 6 മണിക്ക് പറ്റുകയാണെങ്കിൽ എണിച്ച് കുറച്ചൊന്ന് നോക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ ഈ ലീവ് എടുത്തു എന്ന് പറഞ്ഞല്ലോ, 3 മാസം ലീവായിരുന്നു അല്ലേ? 2 മാസം. 2 മാസം. അപ്പോൾ ആ ഒരു ലീവ് എടുത്ത സമയത്ത് എങ്ങനെയായിരുന്നു? അപ്പോൾ കുറച്ചധികം സമയം കിട്ടുമല്ലോ, അപ്പോഴെങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു പഠനത്തെ സമീപിച്ചിരുന്നത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അത് വലിയ ചാലഞ്ച് ആയിരുന്നു. കാരണം ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ഐഡിയയിൽ ഞാൻ വിചാരിച്ചിരുന്നത് ജനുവരി മുതൽ പഠിക്കാൻ തുടങ്ങാമെന്നായിരുന്നു. സെപ്റ്റംബർ 27 എക്സാം ആണെന്നുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളോട് നീണ്ടു പോയി അവസാനം ജൂലൈ വരെ എത്തി. അപ്പോൾ അതിനിടയ്ക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ 2 പേപ്പേഴ്സാണ്. അതിൽ പേപ്പർ 2 പുതിയ ടോപ്പിക്സ് ആയിരുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റ്, കേരള എക്കണോമി, കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് പുതിയ സ്പെഷ്യൽ ടോപ്പിക് ഉള്ളതുകൊണ്ട് ഇത് സെൽഫായിട്ട് ഞാൻ തന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ടൈം അതിന് കൺസ്യൂം ആവുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ PK ലേണിങ്സ് ചൂസ് ചെയ്യാനും കാരണം. അതായത് നമുക്ക് റെഡിമെയ്ഡായിട്ട് കുറച്ച് കണ്ടന്റ് ഓൾറെഡി കിട്ടും, അത് നമുക്ക് റെഫർ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നിയിട്ടുള്ളത്, നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം. അതിൽ എനിക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് ഷെഡ്യൂളിംഗ് ആണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഓഗസ്റ്റ് 4 മുതൽ സെപ്റ്റംബർ 15 വരെ ഒരു ഷെഡ്യൂളാണ് ഞാൻ തന്നെ റൈറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓരോ GK ടോപ്പിക്സും അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളവും കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ഷെഡ്യൂളായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാക്സിമം 80% ഫോളോ ചെയ്ത് പോകാന്നുള്ളത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിലബസ് ഏകദേശം കവറാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെവിടെ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിപ്പറേഷൻ ആ ഒരു ഷോർട്ട് ടൈമിൽ ഇത്രയും നോക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ നോക്കുന്ന കണ്ടൻസ് അത്രയും നല്ലതായതുകൊണ്ട് പെട്ടെന്നൊരു ഐഡിയ, ആ ടോപ്പിക്കിനെ പറ്റി, സബ്ജക്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. അത് വെച്ചിട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് പോവുമായിരുന്നു. പിന്നെ മെയിനായിട്ടുണ്ടായിരുന്നത് റിവിഷൻ്റെ സ്ട്രാറ്റജീസാണ്. അത് ഞാൻ ഡെയിലി റിവിഷൻ ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോൾ ഡെയിലി റുട്ടീൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പറ്റണ പോലെ നേരത്തെ എണിക്കും. ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ എണിച്ചിട്ട് തലേ ദിവസം പഠിച്ചൊരു ടോപ്പിക്ക് റിവൈസ് ചെയ്തിട്ട് പിന്നീടാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരെ പഠിക്കും. അത് കഴിഞ്ഞിട്ടും വീണ്ടും ലഞ്ച് വരെ പഠിക്കുക. അത് കഴിഞ്ഞ് ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ വർക്കൗട്ട് ചെയ്യും. പിന്നീട് ഒരു ഈവനിങ് മുതൽ മാത്സോ ഇംഗ്ലീഷോ മലയാളമോ അല്ലെങ്കിൽ CA നോക്കും. അങ്ങനെയാണ് ഡെയിലി റുട്ടീൻ പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഡെയിലി റിവിഷനും അതുപോലെ വീക്ക്ലി അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷനും അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെസ്റ്റ് സീരീസുകളാണ്. നമ്മുടെ നെഗറ്റീവ്സ് കുറയ്ക്കാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ബെനിഫിഷ്യലാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രധാനം ബുദ്ധിമുട്ടുണ്ടായത്, ഇതിനു മുമ്പൊക്കെ ഞാൻ 1.5 മാസത്തിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടെങ്കിലും അത് LDCക്കും VFAക്കൊക്കെ ആയിരുന്നു. അത് 10th ലെവലിൻ്റെ 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ GK അത്ര പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ 2 പേപ്പറിനും കൂടി 200 മാർക്കിന് പഠിക്കുക, അത് 1.5 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പ്രിപ്പറേഷൻ അത്ര പെർഫെക്റ്റ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മാർക്കിലേക്ക് എത്താൻ എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ടെസ്റ്റ് സീരീസിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു തോന്നിയിട്ടുണ്ട്. കാരണം PKയുടെ ഒരു 5 ടെസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു, പടക്കളമെന്നോ അങ്ങനെ പറഞ്ഞിട്ട്, ലാസ്റ്റ് മന്തിൽ ഓരോ വീക്കിൽ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ 2 പേപ്പറും കൂടി കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ടോപ്പ് റാങ്ക്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ PKയിൽ അത്യാവശ്യം ഡിഗ്രി ലെവൽ സീരിയസ് ആയിട്ട് നോക്കുന്ന സ്റ്റുഡൻസിനെ ആയിരിക്കും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ഇടയിൽ നമുക്കൊരു ഹയർ മാർക്സ് വരുന്നുണ്ട് എന്നുള്ളത്, പ്രിപ്പറേഷൻ അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എക്സാം ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ടൈം മാനേജ്മെൻറ്റ് മോക്ക് ടെസ്റ്റിലൊക്കെ പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്ത് തീരുന്നുണ്ടായിരുന്നു. അത് പക്ഷേ നമുക്കൊരു എക്സാം ഹാളിൽ എൻവയോൺമെൻ്റ് അല്ലല്ലോ. എന്നാലും നമുക്ക് എവിടെയൊക്കെയാണ് തെറ്റുന്നത്, നമ്മുടെ പ്രിപ്പറേഷൻ ഏതുവരെ ആയി എന്നുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ മോക്ക് ടെസ്റ്റ് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. PYQയും അതുപോലെ തന്നെ PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് എക്സാം ഹാളിൽ നമ്മളത് ഒത്തിരി സഹായിക്കുന്നുണ്ടാവും. അതെ, നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സാമിന് മുമ്പ് PYQ ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു PSC ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ സൈക്കോളജി നമുക്ക് സബ് കോൺഷ്യസിൽ നിന്നും കിട്ടും. അവർ നമ്മളെ നെഗറ്റീവ് അടിക്കാനുള്ള ട്രാപ്പ് എവിടെ വയ്ക്കണത്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ Aയിൽ വെച്ചിട്ട് Dയിലോ Cയിലോ ഒക്കെ ആയിരിക്കും കറക്റ്റ് ആൻസർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സൈക്കോളജികളൊക്കെ മനസ്സിലാക്കാൻ PYQ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ഏതുവരെ ആയി, പുതിയ ടോപ്പിക്കുകൾ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ മോക്ക് ടെസ്റ്റും ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മെയിനായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് ഡൗൺ ആയി പോകാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ലീവൊക്കെ എടുത്ത് ഇതിനു വേണ്ടി ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഫുള്ളി പഠിത്തം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഡൗൺ ആയി പോകുമോ, അല്ലെങ്കിൽ നമുക്ക് എന്താവും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് അങ്ങനെ ഓവർ വറീഡൊക്കെ ആവാറുണ്ട്. അപ്പോൾ
ആകർഷ് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തതെന്ന് പറയാമോ? ഒന്നാമത് എനിക്കിങ്ങനെ വറീഡ് ആവാനുള്ള സമയം പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ലാസ്റ്റ് ഒരു ഹറിബറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക, ഒരു പറ്റാവുന്ന ടൈമിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് മോട്ടിവേഷൻ ലാക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അല്ലാത്ത ടൈമിൽ പ്രിപ്പറേഷൻ ഇല്ലാത്ത സമയത്ത് പഠിക്കാൻ കുറച്ച് പുഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ തുടങ്ങാൻ ചിലപ്പോൾ വൈകും, പഠിച്ച് തുടങ്ങാൻ വൈകും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എത്ര വൈകിയാലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ലേറ്റ് ആയാലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയി തോന്നിയിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഈ പഠിത്തം നിർത്താനുള്ള ഒരു തോട്ടാണ്. കാരണം നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കറണ്ട് അഫയേഴ്സ് വരും, പുതിയ നോബൽ ലോറേറ്റ്സിനെ പറ്റി പഠിക്കണം, പത്മ അവാർഡ്സിൻ്റെ കിട്ടിയ ആളെ പറ്റി പഠിക്കണം. അപ്പോൾ അത് ഭയങ്കര ഹെക്റ്റിക്കാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു ലെവലിലാണ് പഠിക്കുന്നത്. എന്നിട്ടൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ അതാണ് എനിക്ക് പ്രൈമറിലി മോട്ടിവേഷൻ തോന്നാറുള്ളത്. പിന്നെ ആസ്പിരൻ്റ് ലൈഫിനെ പറ്റി സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ റിസൾട്ട് ഉണ്ടാകുന്നത് വരെ നമ്മുടെ ഒരു എഫേർട്സിനൊരു മീനിങ് ഇല്ലാത്ത അവസ്ഥയാണ്. നമുക്കത് റിസൾട്ട് ഉണ്ടാക്കിയാലേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഡൗൺ ആവാതെ മാക്സിമം അതിനുവേണ്ടി പുഷ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എനിക്ക് സ്പോർട്ടുമായിട്ട് കുറച്ച് റിലേറ്റബിൾ ആയതുകൊണ്ട് നമ്മുടെ ഫേവറേറ്റ് ക്രിക്കറ്റേഴ്സും അവരുടെയൊക്കെ ഡിസിപ്ലിൻ, അവരുടെ സ്പോർട്ടിനോടുള്ള ഡിസിപ്ലിനും കമ്മിറ്റ്മെൻറ്റും അങ്ങനത്തെ അവരുടെ കോട്സൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ തോന്നാറുണ്ട്. അതുപോലെ തന്നെ മൂവീസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് സഹായിച്ചിട്ടുണ്ട്. അതെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലോ വീഡിയോ അല്ലെങ്കിൽ ഒരു റീല് നമ്മുടെ അടുത്ത് കണ്ട് ആർട്ടിഫിഷ്യലായിട്ട് മോട്ടിവേറ്റഡ് ആവാൻ എനിക്ക് തോന്നുന്നില്ല പറ്റുന്നു. അത് ഓർഗാനിക്കായിട്ട് നമുക്ക് വരണം. അതിപ്പോൾ നമ്മുടെ ലൈഫിലെ തന്നെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ PK റിലേറ്റഡ് ആയിട്ടൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ കോഴ്സ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്യുമ്പോൾ PKയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കഴിഞ്ഞ ലിസ്റ്റത്തെ ഫസ്റ്റ് റാങ്കേഴ്സിൻ്റെയും ബാക്കി റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ കമൻറ്റ്സ് വായിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ട് ഒരു ഒഫൻഡഡ് ആയിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇതിന് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എഞ്ചിനീയേഴ്സ് മാത്രമാണോ ഇല്ല റാങ്ക് ലിസ്റ്റിലുള്ളത്, അങ്ങനെ ഒരു ആൾക്ക് ഒഫൻഡഡ് ആയിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിലും ഞാനത് വായിക്കുമ്പോൾ എനിക്ക് മോട്ടിവേഷനാണ് തോന്നിയത്. ഓക്കെ, ഇത് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് പറ്റുന്ന സംഭവമാണ്, നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ലോജിക്കലി അത് ശരിയാണോ എന്നല്ല അറിയില്ല, പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അതിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ പല ഇൻസിഡൻസും ലൈഫിൽ നിന്ന് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും മോട്ടിവേഷൻ കിട്ടാറുണ്ട്. നെഗറ്റീവ്സിനെയും പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളൊരു സംഭവം അല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ ഒക്കെ പറയുമ്പോൾ അതായത് നമ്മുടെ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ആകർഷിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും ആണല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയാമോ? നമുക്ക് ഷെൽട്ടർ തരുന്ന അച്ഛനാണ്, അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അമ്മയാണ്, അനിയത്തിയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് എല്ലാവരും സപ്പോർട്ട് പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സും. പിന്നെ PSCയിലേക്ക് കൊണ്ടുവരാനൊരു മേജർ റീസൺ അമ്മായിയാണ്. അമ്മായി ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ തുടക്ക സമയത്തിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതും ലൈക്ക് ബാക്കപ്പ് തന്നതും അമ്മായിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓക്കെ. അതുപോലെ നമ്മൾ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പല തരത്തിലുള്ള കമൻസ് വരാറുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിന് പോസിറ്റീവായിട്ടായിരുന്നോ? അല്ല, എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ ഒരു ലെവൽ അവർക്ക് അറിയായിരുന്നതുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ 2022 വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ വെറുതെ എന്താണ് എക്സാം തന്നെ നോക്കിയിരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് വേറെ ആർക്കും കൊടുത്തില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് തോന്നില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എക്സാമിന് പഠിക്കുന്ന നല്ലതല്ലേ, ഒരു കംപ്ലീറ്റ് കുറേ വർഷം ആസ്പിരൻ്റ് ലൈഫ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഫീൽ ഉണ്ടായി. ഓക്കെ. ഇപ്പോൾ ഒരുപാട് പഠന സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചിട്ട് പോയാലും നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത് അവിടെ ചെന്ന് അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എക്സാം ഹാളിൽ ഇരുന്ന സമയത്ത് ഈ ഒരു പഠിച്ചിട്ട് പോയതും ഈ ഒരു സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെയാണ് അവിടെ ഹെൽപ്ഫുൾ ആയതെന്നൊന്ന് പറയാമോ? പഠിത്തത്തിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാം ഹാളിൽ കീപ്പ് ചെയ്യുന്ന മൈൻഡ് സെറ്റും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും. എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ വർഷങ്ങളും മാസങ്ങളും എടുത്ത് പഠിച്ചാലും എക്സാം ഹാളിൽ ഒരു 1.5 മണിക്കൂറാണ് നമ്മുടെ എക്സാമിന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് പഠിച്ചോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി എക്സാം അറ്റൻഡ് ചെയ്യുന്ന മൈൻഡ് സെറ്റിന് അത്രയും പ്രാധാന്യമുണ്ട്. ഞാനൊരിക്കലും അങ്ങനെ എക്സാമിനെ പേടിയോടെ ഫേസ് ചെയ്തിട്ടില്ല. കോൺഫിഡൻ്റ് ആയിട്ടാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ PSC ഒരു എക്സാമിൽ എനിക്കൊരു ചാലഞ്ചായിട്ട് ഫീൽ ചെയ്യാതെ എൻ്റെ ഗോളിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു
അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. നമുക്ക് സെൻറ്ററൊക്കെ കിട്ടുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ഏതെങ്കിലും ആദ്യമായിട്ടൊക്കെ പോകുന്ന സ്കൂളിലൊക്കെ ആയിരിക്കും. അവിടെ പോകുമ്പോൾ പുതിയൊരു ആൾക്കാരെ കാണുമ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് എങ്ങനെയാ വെച്ചാൽ ഇവരെയൊക്കെ ഞാൻ പിന്നിലാക്കും. അങ്ങനെ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഞാൻ ഉള്ളിൽ വെക്കാറുണ്ട്. ഓവർ കോൺഫിഡൻ്റ് ആയിട്ടല്ല, നമ്മളെ തന്നെ ഒരു മേക്ക് ബിലീഫാണ്. നമുക്ക് കോൺഫിഡൻസ് സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി വരുത്താനുള്ളൊരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ എക്സാം മൈൻഡ് സെറ്റിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രാറ്റജീസും. എക്സാം ഹാളിൽ നമുക്ക് കുറച്ച് മാർക്സുകൾ ഉണ്ടാക്കാം. നമുക്ക് ജസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റിൽ പെടുന്നതും അതുപോലെ തന്നെ ഹയർ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും തമ്മിൽ ഈ സ്ട്രാറ്റജീസിനൊക്കെ ഒരുപാട് റോളുണ്ട്. ഞാൻ കൂടുതലും ഞാനിപ്പോൾ ടെസ്റ്റ് സീരീസും അല്ലെങ്കിൽ PYQ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാറുണ്ട്. 18, 19, 20 അത്രയും നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ അത്രയ്ക്ക് വരാറില്ല. ഒരു 7 അല്ലെങ്കിൽ 9 ആ റേഞ്ചിലൊക്കെ നിൽക്കും. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ മാക്സിമം മുൻവിധികളൊന്നും ഇല്ലാതെയാണ് എല്ലാ ക്വസ്റ്റ്യനും റീഡ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും റൈറ്റ് ഓപ്ഷൻ ഉള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വായിക്കാറുള്ളത്. അല്ലാതെ നമുക്ക് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ അറിയാമെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ പെട്ടെന്നൊരു അസംഷനിലേക്ക് എത്താറില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് പിന്നെ ആൻസർ അറിയുകയാണെങ്കിലും ബാക്കി എലിമിനേഷൻ ടെക്നിക്സും അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിനൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസോട് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതോട് നോക്കിയിട്ടായിരിക്കും ഞാൻ ഫൈനലി കറപ്പിക്കുക. അതുപോലെ തന്നെ തീരെ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല, ആൻസർ ഡയറക്റ്റ് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എന്തെങ്കിലും വഴിക്ക് ആൻസർ ഉണ്ടോയെന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യാറില്ല ഒരു ക്വസ്റ്റ്യനിലും. 50-50 ചാൻസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ എലിമിനേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ ഡിസ്പാരിറ്റി സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ അങ്ങനെ വല്ല ക്ലൂ നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ വല്ല എക്സ്ട്രീം വേർഡ്സ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ട് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് നോക്കാറുണ്ട്. പിന്നെ പേടിയില്ലാതെ ആൻസർ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നെഗറ്റീവ്സിനെ പേടിച്ചിട്ട് അറ്റംപ്റ്റ്സ് കുറയ്ക്കാറില്ല, മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ എക്സ്ട്രാ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിലിപ്പോൾ ഒരു 3 ശരിയായി ബാക്കിയെല്ലാം തെറ്റിയാലും നമുക്ക് ഏകദേശം ബാലൻസ് ചെയ്യാൻ പറ്റും. അത് കാരണം ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ അറ്റംപ്റ്റ് ചെയ്യാറില്ല, പാനിക് ആവാറില്ല. പിന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ലാസ്റ്റ് 10 to 15 മിനിറ്റ്സ് ആണ്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് പിന്നെ എങ്ങനെ മാർക്ക് ഉണ്ടാക്കാൻ നോക്കണം. അപ്പോഴും നമ്മളൊരു പാനിക് മെൻറ്റാലിറ്റി ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് വായിച്ച് നമുക്ക് ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും എക്സ്ട്രാ മാർക്സ് കിട്ടാൻ സഹായിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റും അതുപോലെ മാക്സിമം സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഈ എക്സാം ഹാളിലെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, കുട്ടികൾ പലരും ചോദിക്കാറുണ്ട് ആദ്യം GK അറ്റംപ്റ്റ് ചെയ്യണോ അതേ നോൺ GK അറ്റംപ്റ്റ് ചെയ്യണോ, എങ്ങനെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് വായിച്ചു പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് പിക്ക് ചെയ്ത് പോവുക, അങ്ങനെ ഒരു 2 to 3 ടൈംസ് എങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ 1 മുതൽ 100 വരെ നമ്മളിങ്ങനെ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ പോവുക എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ തന്നെ വായിച്ചു പോകാന്നുള്ള രീതി തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നത് ഇപ്പം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൽ മലയാളം വായിക്കണം ഇംഗ്ലീഷ് വായിക്കണം എന്നുള്ളതാണ്. എനിക്ക് രണ്ടും കംഫർട്ടബിൾ ആണ്. പക്ഷെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ ഞാൻ കൂടുതലും ഇംഗ്ലീഷ് തന്നെ വായിച്ചത്. കാരണം മലയാളത്തിന്റെ കുറച്ച് ഇഷ്യൂസ്, ഗ്രാമാറ്റിക് മിസ്റ്റേക്കുകൾ ട്രാൻസ്ലേഷൻ എറേഴ്സ് വരാറുണ്ട്. അത് ഡിപ്പെൻഡബിൾ ആണ്. നമുക്കിപ്പോൾ ഏതാ കംഫർട്ട് തോന്നുന്നത് വെച്ചാൽ അത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ വായിക്കുക. പിന്നെ ഞാൻ 3 or 4 ടൈംസ് മെയിൻസിനൊക്കെ റൗണ്ട് അടിക്കാറുണ്ട്. അതായത് 100 വരെ നോക്കിയിട്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ അറിയും, ചിലത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് വീണ്ടും മാറ്റി വയ്ക്കും. പിന്നെ അങ്ങനെ 3, 4, 5 തവണ വീണ്ടും വായിച്ചിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ടാണ് ലാസ്റ്റ് മാക്സിമം മാർക്ക് ചെയ്യാൻ നോക്കും. അത്രയും ഒരുപാട് റിസ്ക് ആണ് വെച്ചാൽ മാത്രമേ ഞാനത് വിടാറുള്ളൂ. ഓക്കെ. അപ്പോൾ തന്നെ നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ് കൂടി വരുവാണ്. അതെ, 3 to 4 ടൈംസ് ഒക്കെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ടു എൻഡ് വരുന്ന സമയം. അതെ, അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കുക, അത്രേ ഉള്ളൂ. അത് നമ്മൾ ബ്ലൈൻഡായിട്ട് കറക്കി കുത്തല്ലാതെ കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കുക. അതിൽ നെഗറ്റീവ് വരാന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷെ അത് ഒരു ലിമിറ്റിൽ വരുന്നുള്ളതാണ്. നമ്മുടെ പ്രിപ്പറേഷൻ നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. അത് ഇതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പൊതുവെ പാടായിരിക്കും, പക്ഷെ അതിൻ്റെ ഇടയിൽ ഈസി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അത് പിക്ക് ചെയ്യുക, പിന്നെ പാടുള്ളതിലേക്ക് വരിക. ഇപ്പോൾ എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലും PSC 1 മാർക്ക് കിട്ടും നമുക്ക്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഹാഫ് പേജ് വരെ ഉണ്ടാവും. അപ്പോൾ എവിടെയും സ്റ്റക്ക് ആവാതെ ഇരിക്കുക, അറിയുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം മാർക്ക് ചെയ്ത് ആദ്യം പോവുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിഫിക്കൽട്ടിലേക്ക് വന്ന ടൈം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പ്രിലിംസിനൊക്കെ ഒരുപാട് ടൈമിൻ്റെ ഇഷ്യൂ വരാറുണ്ട്. കാരണം 1 മണിക്കൂറും 15 മിനിറ്റുമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻസിന് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി ടൈം കിട്ടാറുണ്ട്, 1.5 മണിക്കൂർ കിട്ടാറുണ്ട്.
അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റാങ്ക് മേക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ ആലോചിച്ചിട്ട് ആൻസറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഓരോ 0.33 മാർക്കും നമ്മുടെ റാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. മാക്സിമം നമ്മുടെ എക്സാം ആളുന്ന ഷീറ്റ് എടുക്കുന്നവരെ ഓരോ മാർക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ ഇതിൽ പറയുവാണെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ കോഴ്സാണ് ആകർഷ് പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് PK ചൂസ് ചെയ്തതെന്നും പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു കോഴ്സ് എടുക്കാൻ തന്നെ എന്നെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. കാരണം ഇതിനു മുമ്പ് ഞാൻ ലിസ്റ്റിലൊക്കെ വന്നപ്പോഴും സെൽഫ് പ്രിപ്പറേഷൻ തന്നെ ആയിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, അതായത് പേപ്പർ 2 അപ്പോൾ അത് അത്രയും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് LD ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കോഴ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നാട്ടുകാരനെ അല്ലാതുകൊണ്ട് അന്ന് ഒഴിവാക്കി. പിന്നീട് ആ ചേച്ചിൻ്റെ അടുത്ത് വീണ്ടും അന്വേഷിച്ച് പറഞ്ഞു PK ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോഴും ഞാൻ ഇങ്ങനെ കാര്യമില്ല, ഞാൻ ആദ്യമായിട്ടാണ് PK എന്നുള്ളത് കേൾക്കുന്നത്. പിന്നെ ഒരു ടെലിഗ്രാം പ്ലാറ്റ്ഫോമിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നല്ല കോഴ്സ് ഏതാണെന്ന് ആരോ റാൻഡമായിട്ട് ചോദിക്കണത് ഞാൻ കണ്ടു. അപ്പോൾ കുറേ പേര് അതിന് റിപ്ലൈ ആയിട്ട് PK ലേണിംഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ ആ ചേച്ചിയോട് അന്വേഷിച്ചു. പിന്നീട് യൂട്യൂബിൽ പോയിട്ട് നോക്കിയപ്പോഴും കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കും അത് ടോപ്പ് കുറച്ച് റാങ്കുകൾ PK എന്നത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടാണ് PK ചൂസ് ചെയ്യാന്നുള്ളത് ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള കണ്ടൻസ് പഠിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായി തോന്നിയത് GK ടോപ്പിക്സ് ആയിരുന്നു. അതായത് ഞാൻ ഇതുവരെ പഠിച്ചപ്പോൾ എനിക്ക് ധാരണ ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു GKൻ്റെ കുറേ കാര്യങ്ങൾ. പക്ഷേ അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവായിട്ട് പഠിക്കാൻ PKൻ്റെ കണ്ടൻസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സും നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ BTech ബാക്ക്ഗ്രൗണ്ടിലുള്ള എനിക്ക് കുറച്ച് ന്യൂ ആണ്. കാരണം അത് MBA സ്റ്റുഡൻസിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനത്തെ കുറേ വെറൈറ്റി കണ്ടൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിലെ മെറ്റീരിയൽസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ PK സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന മോക്ക് ടെസ്റ്റ് സീരീസാണ് PKൻ്റെ. ആ മെയിൻ കോഴ്സിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ പഠന നിലവാരം അളക്കാനായിട്ട് സാധിക്കും. പഠിച്ച് ഞാനിപ്പോൾ സിലബസിൻ്റെ ഒരുപാടൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എക്സാമിൻ്റെ അറ്റംപ്റ്റിൽ നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ PK ഒക്കെ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. ഇപ്പോൾ പലരും പറയാറുണ്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ്. കാര്യം നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഉഴപ്പാനുള്ള സാധ്യതയുണ്ട്, നമ്മളെ ആരും മോണിറ്റർ ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരിത്. എങ്ങനെയായിരുന്നു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പഠനം ആകർഷിനെ സഹായിച്ചതെന്നൊന്ന് പറയാമോ? എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. കാരണം നമുക്ക് വേണ്ടത് നമ്മുടെ വേണ്ട സമയത്ത് കിട്ടും. ഇപ്പോൾ PKൻ്റെ ആണെങ്കിലും എല്ലാം ഫോൾഡർ വൈസ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. ഒരു സെൻറ്ററിൽ പോയെന്ന് വെച്ചാൽ അത് ആ ടൈമിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് നമ്മുടെ ടൈം. ഇപ്പോൾ PK അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ക്ലാസ് കാണുകയാണെന്ന് വെച്ചാൽ 2x കാണാം. പകുതി സമയം കൊണ്ട് നമുക്കൊരു ക്ലാസ് കണ്ടു തീർക്കാം, അതിന് നോട്ട്സ് എഴുതാം. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് റിയൽ ടൈമിലെ ക്ലാസ് കേൾക്കാനും എല്ലാത്തിനും പറ്റുള്ളൂ. പിന്നെ പോയി വരുന്ന ആ ടൈമിൻ്റെ എല്ലാം ഡിഫറൻസ് ഉണ്ടാകും. നമുക്ക് സെൽഫായിട്ട് അത്രയും ഡ്രിവൺ ആണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട് വെച്ചാൽ ഓൺലൈൻ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ പ്ലാറ്റ്ഫോം. കാരണം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാം. ഇപ്പോൾ പല ആളുകളുടെ സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. വർക്കിംഗ് പ്രൊഫഷണൽസിന് കോച്ചിങ് സെൻറ്ററിലേക്ക് പോകണതിന് ബുദ്ധിമുട്ടുണ്ടാവാം. മേ ബി ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ ക്ലാസ് കേൾക്കാനും അതിൻ്റെ കണ്ടൻസ് എടുക്കാനും ഓൺലൈൻ തന്നെയാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതെ, നമുക്കാണ് ജോലി ആവശ്യം. അതെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു ഇന്റർവ്യൂ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ പ്രാവശ്യം ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ വരെയുള്ള ആ ഒരു സമയത്ത് എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സംഘർഷങ്ങൾ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാണ്? എങ്ങനെയായിരുന്നു ആ ഒരു ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? നീ ഇന്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതൊന്ന് പറയാമോ? PSC ഇൻ്റർവ്യൂവിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി LSJൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടായിരുന്നു. ഇവിടെ എങ്ങനെ പറയുന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ. PSC ഇൻ്റർവ്യൂ 10 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. അത് ഞാൻ LSJൻ്റെ ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ തന്നെ മനസ്സിലായതായിരുന്നു. അത് കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടന്നതെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ നമ്മൾ അംബേദ്കർ ഹാളിലാണ് ആദ്യം കൊണ്ടുപോകുക. അവിടെ നിന്ന് ഒരു PSCൻ്റെ സ്റ്റാഫ് നമ്മളെ ഏത് ബോർഡാണോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം അവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാനങ്ങനെ സ്റ്റെയർ കയറി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എന്നെ LSJ സെക്രട്ടറിൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത അതേ ചെയർ ചെയ്യുന്ന ബോർഡായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് തന്നെ
ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഞാൻ റിലാക്സ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടേക്ക് പോകണമെന്നുണ്ടപ്പോൾ വീണ്ടും റിലാക്സ്ഡ് ആയി. കാരണം ഓൾറെഡി അവിടെ അറ്റൻഡ് ചെയ്തതാണ്. പരിചയമുള്ള ചുറ്റുപാടാണ്. അതെ, ഒരു ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി നേരത്തെ ചെയ്ത പ്രോസസ്സ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇൻ്റർവ്യൂവിനെ പറ്റി അധികം ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്താലും അത് റേഞ്ച് ഉണ്ടാവും PSC ഇൻ്റർവ്യൂവിൻ്റെ മാർക്സ്. അപ്പോൾ അതിൽ 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലും എക്സാമിന് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് റാങ്കിനെ അധികം എഫക്റ്റ് ചെയ്യില്ല എന്നുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എനിക്ക് കൂടുതലായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ജുഡീഷ്യറി, ലോക്കൽ സെൽഫ് ഗവേണൻസ്, ഈ ടോപ്പിക്സ് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 14-15 ക്വസ്റ്റ്യൻസിനടുത്ത് ചോദിച്ചു. മിക്കതിനും ആൻസർ പറഞ്ഞു. 1-2 അറിയാത്തും പറ്റുന്ന പോലെ ഹാൻഡിൽ ചെയ്ത് വിട്ടു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടെൻഷനും ഉണ്ടായിരുന്നില്ല, കൂളായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും. അതെ, ഇതിന്റെ കയ്യിൽ നിൽക്കും എന്നുള്ള ഒരു നന്നായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞു, ഇനി റിസൾട്ടിലോട്ടുള്ള ആ ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ, ആ ഒരു ഗ്യാപ്പിൽ എന്തൊക്കെയാണ് മനസ്സിലൂടെ പോയ ഒരു ചിന്തകൾ? ഇത്ര റാങ്കിനുള്ളിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതൊരു അൺസർട്ടനിറ്റി പീരീഡ് ആയിരുന്നു. അത് എൻ്റെ മേജർ റീസൺ എന്താ വെച്ചാൽ ഞാൻ LDC എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ജോയിൻ ചെയ്തില്ല. NJD കൊടുക്കുന്നുണ്ടായി. അപ്പോൾ ഇത് കിട്ടുന്നുള്ളൊരു ഷുവറിറ്റി കൊണ്ടാണ് ഞാൻ കൊടുത്തത്. എന്നാലും PSCയുടെ കാര്യം ആയതുകൊണ്ട് നമുക്ക് കിട്ടിയാലേ അത് കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി പീരീഡ് എൻ്റെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഓഗസ്റ്റിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും അറിയാം നീ എപ്പോഴാണ് പോകണം എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കുറേ ആയിട്ട്. പക്ഷെ ഞാൻ പോകണമില്ല, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നില്ല, റാങ്കിനെ പറ്റിയിട്ട് അധികം ബോധേഡായിരുന്നില്ല. കാരണം ഇപ്പോൾ റാങ്കിൻ്റെ പൊലിവ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ഓഫീസ് അപ്പോയിൻമെൻറ്റ്, കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയില്ല. അപ്പം അതിനെ പറ്റിയിട്ട് കുറച്ച് ആൻഷ്യസ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആലോചിക്കാറുണ്ടായിരുന്നു. അതായത് റാങ്ക് ഇത്ര ഉള്ളിൽ വരണം അങ്ങനത്തെ ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നില്ല, ബോധേഡായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ റാങ്ക് അറിഞ്ഞ സമയത്ത്, റിസൾട്ട് അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു ആ ഒരു സമയത്ത് തോന്നിയ ഒരു, എന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കും, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നോ? അങ്ങനെ ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കാറില്ല. ക്രിക്കറ്റ് അല്ലാതെ വേറൊരു കാര്യത്തിലും ഞാൻ അത്ര ഓവർവെൽമഡ് ആവാറില്ല. ഓക്കെ. ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോഴായിരുന്നു റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 4:50, 4:45 ആ സമയത്ത്. അപ്പോൾ അങ്ങനെ കണ്ടു, ഹാപ്പിയായി. പിന്നെ വീട്ടിൽ പോയി പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മാവനെയൊക്കെ വിളിച്ച് സന്തോഷം പറഞ്ഞു. എല്ലാവരും ഹാപ്പിയായി. ഇപ്പോൾ കാരണം എൻ്റെ ചുറ്റും എപ്പോഴും നല്ല കുറച്ച് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കാരണം പ്രൗഡാവുന്ന ഒരു മൊമെൻ്റ് വരുമ്പോൾ അതിലൊരു ഹാപ്പിനെസ് ആണ്. അതുപോലെ പേഴ്സണലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എനിക്ക് കുറച്ചുകൂടി സ്വീറ്ററാണ്. കാരണം ഇതിന് മുമ്പുള്ള എക്സാമിലൊക്കെ നല്ല റാങ്ക് വരുമ്പോഴും അപ്പോഴും എനിക്ക് സ്മൂത്തായിരുന്നു കുറച്ച് കാര്യങ്ങൾ, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും. ആ സമയം വേറെ കാര്യങ്ങളൊന്നുമില്ലാതെ ഫുൾ ഫോക്കസ് സ്റ്റഡി തന്നെ ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ എക്സാമിന് അങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നില്ല. ആ ഒരു എക്സാമിന് കുറച്ച് മുമ്പായിട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ലൈഫിൽ നടന്നു, കുറച്ച് ഡിഫിക്കൽട്ട് ടൈംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്രൈസിസിലൊക്കെ അതിനെ വേണ്ട വിധം ഹാൻഡിൽ ചെയ്തിട്ട് എക്സാമിനെ ഒരുപാട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിച്ചെന്നുള്ളത് സെൽഫായിട്ടൊരു പ്രൗഡ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിൽ ഹാപ്പിയാണ്. ഓക്കെ. ഇത്രയും സമയം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 9ാം റാങ്ക് കരസ്ഥമാക്കിയ ആകർഷാണ്. ആകർഷിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന PK ലേണിംഗ്സിനും എൻ്റെ താങ്ക്സ്. വളരെ ഉന്നതമായ വിജയമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ആകർഷ കൈവരിച്ചത്. PK ലേണിംഗ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മെയിൻ കോഴ്സാണ് ആകർഷ പർച്ചേസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആകർഷിൻ്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനപൂർവ്വമായ നേട്ടമാണ്. ആകർഷിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനി ഇതിലും വലിയ വിജയങ്ങൾ ജീവിതത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത സക്സസ് സ്റ്റോറിയിൽ പുതിയൊരു റാങ്ക് ഹോൾഡറുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.